കോഴിക്കോട് ഞെളിയൻ പറമ്പിലെ ജൈവ മാലിന്യ സംസ്കരണത്തിന് പുതിയ കരാറിൽ ഒപ്പിട്ട കോഴിക്കോട് കോർപ്പറേഷൻ. ബ്ലാക്ക് സോയിൽ ടെക്നോളജി എന്ന കമ്പനിയുമായി ചേർന്നാണ് കരാറിൽ ഒപ്പിട്ടിട്ടുള്ളത്. മാലിന്യങ്ങളിൽ നിന്ന് വളം ഉൽപ്പാദിപ്പിക്കാനാണ് പുതിയ കരാർ. ജൈവമാലിന്യ സംസ്കരണത്തിനായി ടെൻഡർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് സോയിൽ കമ്പനിയുമായി കോർപ്പറേഷൻ കരാർ ഒപ്പിട്ടത്. വളം ഉൽപ്പാദിപ്പിക്കുന്നതിനു പുറമെ നിലവിലുള്ള 40,000-ലേറെ ടൺ മാലിന്യവും സംസ്കരിക്കണം. വളം വിറ്റ് കിട്ടുന്ന വരുമാനം കമ്പനിക്കാണ്. പ്രവർത്തനത്തിന് ആവശ്യമായ പ്ലാന്റ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കോർപ്പറേഷൻ ചെയ്തു കൊടുക്കും. KSIDCക്ക് കൊടുത്തിട്ടുള്ള സ്ഥലം കോർപ്പറേഷന് കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ പുതിയ 2 പ്രപ്പോസൽ ഉണ്ട്. നമുക്ക് വാതകം, അതായത് അവിടെ നിന്ന് നമുക്ക് ബയോഗ്യാസ് നമുക്ക് പറഞ്ഞുകൂടാ, CNG പോലത്തെ ഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2 പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് തുടങ്ങാവുന്നതാണ് എന്ന് സർക്കാരുമായിട്ടും ബാക്കിയുള്ള അധികാരികളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ട്. മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ നേരത്തെ കരാർ ഒപ്പിട്ട വിവാദ കമ്പനിയായ സോണ്ട ഇൻഫ്രാടെക്കിനെ കോർപ്പറേഷൻ ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇവർ പാതി സംസ്കരിച്ചു വെച്ച മാലിന്യം എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. ജനം, കോഴിക്കോട്.